റീക്യാപ്പ് രസികനിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഇരുണ്ട മുറിയിൽ 4 കൂലിപ്പടയാളികൾ തറയിലേക്ക് വീഴുമ്പോൾ ആൻഡി താൻ മുൻപ് മരിച്ച എല്ലാ സമയത്തെക്കുറിച്ചും ചിന്തിക്കുകയും ഇത് അവളുടെ അവസാന സമയമാണോ എന്ന് ആശ്ചര്യപ്പെടുകയും ചെയ്തു. ഇതെല്ലാം ആരംഭിക്കുന്നത് മൊറോക്കോയിൽ ഒരു ദിവസം മുമ്പ് ആൻഡി ബുക്കറെ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് സാധ്യമായ ഒരു പുതിയ ജോലിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഇനി യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കാത്തതിനാൽ ആൻഡി മടിച്ചിരുന്നു. പക്ഷേ ഹോട്ടലിൽ തിരിച്ചെത്തി മറ്റുള്ളവരെയെങ്കിലും കാണാമെന്ന് ബുക്കർ അവളെ ബോധ്യപ്പെടുത്തി. അവിടേക്കുള്ള യാത്രാമധ്യേ ചില പെൺകുട്ടികൾ ആകസ്മികമായി താൻ ഉൾപ്പെടുന്ന ഒരു ചിത്രം എടുക്കുന്നത് ആൻഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനാൽ അവൾ ഫോൺ കടം വാങ്ങാൻ ഒരു ഒഴികഴിവ് ഉണ്ടാക്കുകയും അവരുടെ സാന്നിധ്യത്തിന്റെ എല്ലാ തെളിവുകളും ഇല്ലാതാക്കുകയും ചെയ്തു. ഹോട്ടലിൽ വെച്ച് അവർ ദമ്പതികളായ നിക്കിയും ജോയുമായി വീണ്ടും ഒന്നിച്ചു. എല്ലാവരും ജോലി ഏറ്റെടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കോപ്ലിയെ വിശ്വസിക്കാത്തതിനാൽ ആൻഡി ഇപ്പോഴും മടിച്ചിരുന്നു. ഒരേ തൊഴിലുടമയുമായി ഒരിക്കലും 2 തവണ പ്രവർത്തിക്കരുതെന്ന് അവർ ഒരു നിയമം ഉണ്ടാക്കിയിരുന്നു. അവസാനം കോപ്ലിക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ ബുക്കറുമായി ഒരു കൂടിക്കാഴ്ച നടത്താൻ അവർ അവളെ ബോധ്യപ്പെടുത്തി. കുറച്ചു സമയത്തിനു ശേഷം ആൻഡിയും ബുക്കറും പുറത്ത് ഒരു കഫേയിൽ ഇരിക്കുമ്പോൾ നിക്കിയും ജോയും ഹോട്ടൽ വിൻഡോയിൽ നിന്ന് അവരെ നിരീക്ഷിച്ചു. അപ്പോൾ കോപ്ലി എത്തുകയും ദക്ഷിണ സുഡാനിലെ ചില ബന്ദികളെ രക്ഷിക്കുന്നതായിരിക്കും അവരുടെ ദൗത്യമെന്നും അത് ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ അവർ സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആൻഡി അതിന് സമ്മതിച്ചു. അതിനുശേഷം ടീം തെക്കൻ സുഡാനിലേക്ക് പറന്നുയരുകയും സ്ട്രൈക്കിനായി രാത്രി വീഴുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്തു. അവർ നിശബ്ദമായി പുറത്തുള്ള എല്ലാ കാവൽക്കാരെയും ഓരോന്നായി കൊന്നതിനുശേഷം വേലിയിലൂടെ അകത്തേക്ക് നുഴഞ്ഞുകയറി. അതിനുശേഷം കെട്ടിടത്തിന്റെ വാതിൽ ഒരു ചെറിയ സ്ഫോടകവസ്തു ഉപയോഗിച്ച് നശിപ്പിച്ചതിനുശേഷം അവർ അകത്ത് കയറിയപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ബന്ദികളൊന്നുമില്ലെന്ന് കണ്ട് അവർ ഞെട്ടിപ്പോയി. അപ്പോൾ ഒരു കൂട്ടം പട്ടാളക്കാർ മുറിയിൽ പ്രവേശിച്ച് വെടിയുതിർക്കുന്നതിന് തൊട്ടുമുമ്പ് തങ്ങൾ കബളിക്കപ്പെട്ടു എന്ന് ആൻഡി മനസ്സിലാക്കി. അവർക്ക് ചുറ്റും രക്തം പടർന്ന് ടീം നിലത്തു വീണു. ടീം മരിച്ചുവെന്ന് കരുതി പട്ടാളക്കാർ പുറം തിരിഞ്ഞു. എന്നാൽ ഉടൻ തന്നെ ടീമിന്റെ ശരീരം വേഗത്തിൽ സുഖം പ്രാപിക്കാൻ തുടങ്ങുകയും എല്ലാ ബുള്ളറ്റുകളും പുറന്തള്ളുകയും ചെയ്തു. അവർ 4 പേരും ഉടൻ തന്നെ നിലത്തുനിന്ന് എഴുന്നേറ്റ് പലതരം പോരാട്ട വിദ്യകൾ ഉപയോഗിച്ച് എല്ലാ സൈനികരെയും കൊല്ലാൻ തുടങ്ങി. ഈ പ്രക്രിയയിൽ അവർക്ക് പരിക്കേൽക്കുമ്പോൾ അത് അവർ കാര്യമാക്കിയിരുന്നില്ല. ഇതെല്ലാം കോപ്ലി സുരക്ഷാ ക്യാമറകളിലൂടെ കാണുന്നുണ്ടായിരുന്നു. അത് ആൻഡി ശ്രദ്ധിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ സംഘം അവരുടെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ മണലിൽ കുഴിച്ചിടുകയും അവരുടെ മുന്നോട്ടുള്ള ഓപ്ഷനുകൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അവരുടെ രഹസ്യം അറിയാവുന്നതിനാൽ കോപ്ലിയെ കണ്ടെത്തി കൊല്ലണമെന്ന് ആൻഡി അവരോട് പറഞ്ഞു. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സേനയിലെ സൈനികയായ നൈൽ ഒരു ശത്രുവിന്റെ ബന്ദിയായിക്കാവുന്ന ഒരു കൂട്ടം സ്ത്രീകളെ പരിശോധിക്കാനുള്ള ഒരു ദൗത്യത്തിലാണ്. അവിടെ അവൾ അവളുടെ ടീമിനൊപ്പം ഒരു കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുകയും ഒരു വ്യക്തിയെ നെഞ്ചിൽ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. തുടർന്ന് ശരീരം പരിശോധിക്കാനായി നൈൽ നീങ്ങുമ്പോൾ ആ മനുഷ്യൻ അവളുടെ കഴുത്ത് മുറിച്ചു. നൈലിന്റെ മുറിവ് മറയ്ക്കാൻ ഒരു സഹതാരം ശ്രമിച്ചെങ്കിലും അവൾ മരണപ്പെടുകയായിരുന്നു. ആ നിമിഷം ടീം ഒരു ട്രെയിനിൽ കിടന്നു ഉറങ്ങുമ്പോൾ മെഡിക് ടെന്റിലായിരിക്കുന്ന നൈൽ കൊല്ലപ്പെടുന്നതായി അവർ സ്വപ്നം കാണാൻ തുടങ്ങുന്നു. നൈൽ ജീവിച്ചിരിപ്പുണ്ട്, പകരം അവൾ ടീമിനെ സ്വപ്നം കാണുന്നു. ടീം ഉണർന്ന് ഈ സ്വപ്നങ്ങൾ അവൾ അവരിൽ ഒരാളാണെന്നാണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ആൻഡിയെ നിരാശപ്പെടുത്തി. കാരണം അവൾ ഇത് വേഗത്തിൽ പൂർത്തിയാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവർക്ക് നൈലിനെ അതിവേഗം കണ്ടെത്തേണ്ടതുണ്ട്. അതിനാൽ കോപ്ലിയെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിൽ അവൾ തന്നെ അത് ചെയ്യാമെന്ന് ആൻഡി പറഞ്ഞു. പിന്നീട് ഫ്രാൻസിൽ കണ്ടുമുട്ടാമെന്ന് അവർ സമ്മതിക്കുന്നു. നൈലിലേക്ക് മടങ്ങുമ്പോൾ പരിക്കിന്റെ ഒരു പാട് പോലുമില്ലാത്തതിനാൽ അവളുടെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെക്കുറിച്ച് ജാഗ്രത പുലർത്തുന്നുവെന്ന് അവൾ മനസ്സിലാക്കി. സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് ചില പരിശോധനകൾക്കായി നൈലിനെ ജർമ്മനിയിലേക്ക് അയക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരുന്നു. അസ്വസ്ഥയായ നൈൽ അവളുടെ ടെന്റിലേക്ക് മടങ്ങി. അവിടെ അവളുടെ സുഹൃത്തുക്കൾ ഇതിനകം തന്നെ തന്റെ സാധനങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തുമ്പോൾ അവളുടെ മാനസികാവസ്ഥ വഷളായി. അതേസമയം ഇംഗ്ലണ്ടിൽ ഫാർമസ്യൂട്ടിക്കൽ എക്സിക്യൂട്ടീവായ മെറിക് സ്റ്റെം സെൽ ഗവേഷണത്തെക്കുറിച്ച് ഒരു അവതരണം നടത്തുകയും മനുഷ്യരുടെ രോഗം അവസാനിപ്പിക്കാനും നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാനുമുള്ള സാങ്കേതിക വിദ്യ തന്റെ പക്കലുണ്ടെന്ന് കുറേ ധനികരായ പൊതുജനത്തോട് പറഞ്ഞു. അതിനുശേഷം മെറിക് കോപ്ലിയെ കണ്ടുമുട്ടുകയും അവൻ ആൻഡിയുടെ ടീം ജീവിതത്തിലേക്ക് മടങ്ങിവരുന്നതിന്റെ ദൃശ്യങ്ങൾ കാണിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മെറിക് അസന്തുഷ്ടനാണ്. വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്ന് ആളുകൾ കരുതും എന്നതിനാൽ തനിക്ക് കഠിനമായ തെളിവുകൾ ആവശ്യമാണെന്ന് വിശദീകരിച്ചു. അവരെ പിടികൂടി തന്റെ അടുക്കൽ കൊണ്ടുവരാൻ അയാൾക്ക് കോപ്ലിയെ ആവശ്യമാണ്. നൈൽ അവളെ കൊണ്ടുപോകാൻ ഒരു ഹെലികോപ്റ്ററിനായി കാത്തിരിക്കുമ്പോൾ ആൻഡി എല്ലാ കാവൽക്കാരെയും ഒപ്പം നൈലിനെയും ബോധരഹിതയാക്കുന്നു. നിമിഷങ്ങൾക്ക് ശേഷം ആൻഡി ഓടിക്കുന്ന ഒരു സൈനിക വാഹനത്തിന്റെ ഡിക്കിയിൽ നൈൽ ഉണർന്ന് ഉടൻ തന്നെ പുറകിൽ നിന്ന് ചവിട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആൻഡി വണ്ടി നിർത്തുകയും നൈൽ ഓടിപ്പോകാൻ ശ്രമിച്ചപ്പോൾ അവളുടെ തലയുടെ പിന്നിൽ വെടിവെച്ച് അവളെ വീഴ്ത്തുകയും ചെയ്തു. പിന്നെ ആൻഡി നൈൽ ജീവനോടെ വരാനായി കാത്തിരുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ നൈൽ അവളുടെ തോളിൽ കുത്തി മറുപടി നൽകി. ആൻഡി വിഷമിച്ചില്ല. അവൾക്ക് ഉത്തരം വേണമെങ്കിൽ അവളുടെ കൂടെ വരണം എന്ന് അവളോട് പറഞ്ഞു. അതിനുശേഷം ആൻഡിയും നൈലും ഒരു വിമാനത്തിൽ ഫ്രാൻസിലേക്ക് പോകാനായി കയറി. തനിക്ക് പെൺകുട്ടിയെ കിട്ടിയെന്ന് അറിയിക്കാൻ ആൻഡി ബുക്കറെ വിളിച്ചു. പക്ഷേ അവന് ഇതുവരെ കോപ്ലിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിരുന്നില്ല. അവർ പോകുന്നതിന് മുമ്പ് ആൻഡി അവളുടെ ഫോൺ നശിപ്പിക്കുകയും അതിനുശേഷം അവൾ നൈലിനോട് തന്റെ ടീമിനെക്കുറിച്ചും അവർ അനശ്വരായത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് അറിയില്ല എന്ന വസ്തുതയും പറഞ്ഞു. എന്നാൽ ഈ അവ്യക്തമായ ഉത്തരങ്ങൾ നൈലിന് അത്ര തൃപ്തികരമായിരുന്നില്ല. ആൻഡി ഉറങ്ങിയ ശേഷം നൈൽ അവളെ തന്റെ കസേരയിൽ കെട്ടിയിട്ട് തിരികെ പറക്കാൻ പൈലറ്റിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി.
ആൻഡി ഉണർന്നപ്പോൾ അവൾ പൈലറ്റിനോട് റഷ്യൻ ഭാഷയിൽ മരിച്ചതായി അഭിനയിക്കാൻ പറയുകയും എന്നിട്ട് അവൾ പൈലറ്റിനെ വെടിവയ്ക്കുന്നതായി നടിച്ചു. അപ്പോൾ വിമാനം വീഴാൻ തുടങ്ങി. അതിനാൽ പൈലറ്റ് ചെയ്യാൻ തനിക്കറിയാമെന്ന് ആൻഡി പറഞ്ഞപ്പോൾ നൈൽ അവളെ മോചിപ്പിച്ചു. തുടർന്ന് പൈലറ്റ് വിമാനത്തിന്റെ നിയന്ത്രണം വീണ്ടെടുക്കുകയും നൈലും ആൻഡിയും തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്തു. കൂടുതൽ വർഷത്തെ പരിചയം ഉള്ളതിനാൽ ആൻഡി എളുപ്പത്തിൽ വിജയിക്കുകയും നൈലിനെ ശാന്തയാക്കാൻ ഗുരുതരമായ മുറിവുകൾ നൽകുകയും ചെയ്തു. അവളുടെ മുറിവുകൾ സ്വയം മാറുന്നത് കണ്ടപ്പോൾ ഒടുവിൽ സഹകരിക്കാൻ അവൾ തയ്യാറായി. പിന്നീട് ഫ്രാൻസിൽ അവർ ഒരു പഴയ ഉപേക്ഷിക്കപ്പെട്ട പള്ളിയിൽ ടീമിലെ മറ്റുള്ളവരുമായി കണ്ടുമുട്ടുന്നു. അവിടെ അവർ അത്താഴം കഴിക്കുമ്പോൾ നൈൽ ടീമിനെക്കുറിച്ച് കൂടുതലായി അറിയുന്നു. അപ്പോൾ അവർ മരിക്കാൻ സാധ്യതയുണ്ടെന്നും എന്നാൽ അത് വളരെ അപൂർവമാണെന്നും ടീം നൈലിനോട് പറഞ്ഞു. ഒരു അനശ്വരൻ വളരെ കാലം ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മുറിവുകൾ ഉണങ്ങുന്നത് നിൽക്കുന്നു. ഇത് അവരുടെ സമയമാണെന്ന് സൂചിപ്പിക്കുന്നു. അതിനുശേഷം സ്വീകരണമുറിയിൽ ഒരു കസേരയിൽ ഇരിക്കുന്ന ആൻഡി ഒഴികെ എല്ലാവരും ഉറങ്ങാൻ പോയി. അർദ്ധരാത്രിയിൽ നൈൽ എല്ലാവരെയും ഉണർത്തുന്ന ഒരു പേടി സ്വപ്നം കണ്ടു ഞെട്ടി എണീറ്റു. ഒരു ശവപ്പെട്ടിയിൽ ഒരു സ്ത്രീ കടലിൽ മുങ്ങിമരിക്കുന്നത് താൻ കണ്ടുവെന്ന് അവൾ അവരോട് വിശദീകരിച്ചു. അപ്പോൾ അത് ആൻഡിക്കൊപ്പം പോരാടിയിരുന്ന ക്യൂൻ എന്ന സ്ത്രീ ആണെന്ന് ടീം അവളോട് പറഞ്ഞു. അക്കാലത്ത് അവർ മന്ത്രവാദം ആരോപിക്കപ്പെട്ട സ്ത്രീകളെ മോചിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അവർ തന്നെ മന്ത്രവാദത്തിന്റെ പേരിൽ പിടിക്കപ്പെടുകയും ആരോപിക്കപ്പെടുകയും ചെയ്തു. താമസിയാതെ അവർക്ക് മരിക്കാൻ കഴിയില്ലെന്ന് നഗരം മനസ്സിലാക്കിയപ്പോൾ അവർ ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കുകയും അവർ സ്ത്രീകളെ വേർപെടുത്തിയ ശേഷം ക്വീനിനെ ഒരു ഇരുമ്പ് ശവപ്പെട്ടിയിൽ പൂട്ടി സമുദ്രത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഈ കഥയിൽ അസ്വസ്ഥയായ നൈൽ പുറത്തേക്ക് പോയി. അപ്പോൾ ആൻഡി അവളെ പിന്തുടർന്നു. പെട്ടെന്ന് ഒരു ഗ്രനേഡ് പൊട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ കോപ്ലിയുടെ പട്ടാളക്കാർ വന്നതായി അവർ മനസ്സിലാക്കി. കോപ്ലി ഒരു നിരീക്ഷണ വാനിൽ നിന്ന് എല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകൾ തിരികെ അകത്തേക്ക് പോവുകയും ജോയും നിക്കിയെയും എവിടെയും കാണാനില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ആൻഡി സൈനികരുടെ പിന്നാലെ പോകാൻ നേരം നൈലിനോട് ബുക്കറിനൊപ്പം കാത്തിരിക്കാൻ അവൾ പറഞ്ഞു. ഒരിക്കൽ കൂടി പരിക്കേൽക്കുന്നതിൽ കാര്യമാക്കാതെ അവൾ പോരാട്ടത്തിലേക്ക് ചാടുകയും നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരെയും കൊല്ലുകയും ചെയ്തു. ഇത് കോപ്ലിയെ ഭയന്ന് പോകുന്നതിന് കാരണമാക്കി. അതിനുശേഷം സംഘം സാധനങ്ങൾ പാക്ക് ചെയ്ത് മറ്റൊരു ഒളിത്താവളം തേടിപ്പോയി. അതിനിടയിൽ ജോയും നിക്കിയും ഉണർന്നു. താമസിയാതെ വാൻ അവരെ ഒരു വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷേ വാതിലുകൾ തുറന്നപ്പോൾ ജോയും നിക്കിയും കൈവിലങ്ങിൽ കിടന്ന് എല്ലാവരെയും കൊന്നതായി വെളിപ്പെടുത്തി. കോപ്ലി അവരെ മെറിക്കിനെ കാണിക്കാനായി ഇംഗ്ലണ്ടിലേക്ക് ഒരു വിമാനത്തിൽ കയറ്റിക്കൊണ്ടുപോയി. അവിടെ മനുഷ്യ ആയുസ് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് കണ്ടെത്തുന്നത് വരെ താൻ അവരെ പരീക്ഷണങ്ങളിലൂടെ നയിക്കുമെന്ന് മെറിക്ക് വിശദീകരിച്ചു. അതിനുശേഷം നിക്കിയെയും ജോയെയും മൈക്കി ലാബിലേക്ക് അയക്കുമ്പോൾ മറ്റുള്ളവരെയും കോപ്ലി തന്നിലേക്ക് കൊണ്ടുവരണമെന്ന് മെറിക്ക് ആവശ്യപ്പെട്ടു. ആൻഡിയിലേക്ക് മടങ്ങുമ്പോൾ അവളും ബുക്കറും നൈലും ഒരു ഉപേക്ഷിക്കപ്പെട്ട ഖനിയിൽ അഭയം പ്രാപിക്കുന്നു. അവിടെ അവർ ഒളിപ്പിച്ച പഴയ നിധികളും യഥാർത്ഥ കലകളും കണ്ടെത്തിയപ്പോൾ നൈൽ ഞെട്ടി. ബുക്കർ തന്റെ മരിച്ച കുട്ടികളെക്കുറിച്ചും അവരുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ എന്നേക്കും ജീവിക്കുന്നതിന്റെ വേദനയെക്കുറിച്ചും നൈലിനോട് പറയുമ്പോൾ തന്റെ മുറിവുകൾ ഭേദമാകുന്നില്ലെന്ന് ആൻഡി മനസ്സിലാക്കി. അതിനാൽ അവൾ പട്ടണത്തിലെ ഒരു ഫാർമസിയിലേക്ക് ഡ്രൈവ് ചെയ്യാൻ ഖനിയിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ അവൾ മെഡിക്കൽ സാധനങ്ങൾ വാങ്ങുകയും പിന്നിലെ മുറിയിൽ കാഷ്യരുടെ സഹായത്തോടെ അവളുടെ മുറിവുകൾ വൃത്തിയാക്കുകയും ചെയ്തു. മെറിക്കിന്റെ ലാബിൽ ജോയെയും നിക്കിയെയും കസേരകളിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഡോക്ടർമാർ സാമ്പിളുകൾ എടുക്കുന്നത് തുടരുമ്പോൾ മെറിക്കിന് ആവശ്യമായ എല്ലാ സാമ്പിളുകളും ഉണ്ടെന്ന് കോപ്ലി ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ മെറിക്ക് ഫലം ലഭിക്കുന്നതുവരെ താൻ നിർത്തില്ലെന്ന് അവനോട് പറഞ്ഞു. മുമ്പ് ആളുകൾ തങ്ങളിൽ ഇതേ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അത് ഒരിക്കലും വിജയിച്ചില്ലെന്നും നിക്കി ഡോക്ടറോട് പറയാൻ ശ്രമിച്ചു. പക്ഷേ ഡോക്ടർ അവനെ അവഗണിച്ചു. കുറച്ചു സമയത്തിന് ശേഷം അർദ്ധരാത്രിയിൽ നൈൽ ഒരു മോശം സ്വപ്നത്തിൽ നിന്ന് ഉണരുകയും ശുദ്ധവായുക്കായി പുറത്തേക്ക് പോവുകയും ചെയ്തു. അവിടെ ആൻഡി തന്റെ ഫോൺ ഉപയോഗിക്കുന്നത് അവൾ കാണുകയും നൈൽ അവളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ചില കഥകൾ അവളുമായി പങ്കിടുകയും ചെയ്തു. താമസിയാതെ ബുക്കർ താൻ കോപ്ലിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോൾ അവർ ഉടൻ പോകാൻ തയ്യാറായി. അവർ വിലാസത്തിൽ എത്തിയപ്പോൾ ആൻഡി നൈലിന് ആയുധം നൽകി. എന്നിരുന്നാലും സഹായിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നൈൽ പറയുകയും വൈകുന്നതിന് മുമ്പ് കഴിയുന്നത്ര സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ അവൾ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. ആൻഡി അവളെ കാർ എടുക്കാൻ അനുവദിച്ചതിനു ശേഷം വഴിയിൽ ബാക്കിയുള്ള ആയുധങ്ങൾ ഒഴിവാക്കണമെന്ന് അവളോട് ആവശ്യപ്പെട്ടു. അവൾ വഴിമധ്യേ ട്രങ്ക് തുറക്കുകയും ആൻഡി തന്റെ ആയുധത്തിനായി തെറ്റായ ബുള്ളറ്റുകളാണ് എടുത്തതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. സൗകര്യത്തിൽ ആൻഡിയും ബുക്കറും അകത്തു കടന്ന് കോപ്ലിയെ കണ്ടെത്താൻ മുകളിലേക്ക് പോയി. അവർ ഉടൻ തന്നെ അവനെ തോക്കിൻ മുനയിൽ നിർത്തിയെങ്കിലും ബുക്കർ പെട്ടെന്ന് ആൻഡിയെ ഞെട്ടിച്ചുകൊണ്ട് അവളെ വശത്ത് വെടിവെച്ച് തടഞ്ഞു നിർത്തി. മെറിക്ക് അവരെ കൊല്ലാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം എന്നുള്ളതുകൊണ്ടാണ് താൻ അവരെ മനഃപൂർവ്വം ട്രാപ്പിൽ ആക്കിയതെന്ന് അവൻ അവളോട് വിശദീകരിച്ചു. എന്നിരുന്നാലും ആൻഡി സുഖം പ്രാപിക്കുന്നില്ലെന്ന് ബുക്കർ മനസ്സിലാക്കിയപ്പോൾ അവൻ പരിഭ്രാന്തനാകാൻ തുടങ്ങി. താമസിയാതെ മെറിക്ക് ഒരു കൂട്ടം ഗാർഡുകളുമായി വന്ന് ജോയെയും നിക്കിയെയും പാർപ്പിച്ചിരിക്കുന്ന അതേ ടെസ്റ്റിംഗ് റൂമിലേക്ക് അവരെ കൊണ്ടുപോകാൻ ഗാർഡുകളോട് കൽപ്പിച്ചു. ഇതിനിടയിൽ കോപ്ലിയെ പെട്ടെന്ന് നൈൽ വളയുകയും അവൾ അവളുടെ ശക്തി കാണിക്കുകയും ചെയ്തു. അതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കോപ്ലി വിശദീകരിക്കാൻ തുടങ്ങി. താൻ വർഷങ്ങളോളം ചെലവഴിച്ച് അവർ മനുഷ്യരാശിക്ക് ചെയ്ത എല്ലാ നന്മകളെക്കുറിച്ചും പഠിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ടെസ്റ്റിംഗിനായി ടീമിനെ കൊണ്ടുവരുന്നത് ലോകത്തെ സഹായിക്കുമെന്ന് താൻ കരുതിയിരുന്നെന്നും എന്നാൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായെന്നും കോപ്ലി അവളോട് പറഞ്ഞു. തുടർന്ന് നൈൽ കോപ്ലിയെ ടീമിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. നിമിഷങ്ങൾക്കു ശേഷം അവർ മെറിക്കിന്റെ കെട്ടിടത്തിൽ എത്തുകയും അവൾ മുകളിലത്തെ നിലകളിൽ എത്തുമ്പോൾ ഉടൻ തന്നെ വെടിയേറ്റ് വീഴുകയും ചെയ്തു. പക്ഷേ അവൾ പെട്ടെന്ന് സുഖം പ്രാപിക്കുകയും ശരിയായ മുറി കണ്ടെത്തുന്നതുവരെ എല്ലാ കാവൽക്കാരെയും കൊന്നു. ഒടുവിൽ നൈൽ അവളുടെ സുഹൃത്തുക്കളെ മോചിപ്പിച്ചു.
നിക്കിയും ജോയും ബുക്കറുടെ വഞ്ചനയിൽ രോഷാകുലരാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് തർക്കിക്കാനുള്ള സമയമല്ല ഇപ്പോൾ എന്ന് ആൻഡി അവരെ ചൂണ്ടിക്കാണിച്ചു. അതിനുശേഷം അവർ എല്ലാ കാവൽക്കാരെയും കൊല്ലുകയും മെർക്കിനെ തേടി പോവുകയും ചെയ്തു. എന്നിരുന്നാലും അവർ മെർക്കിന്റെ ഓഫീസിൽ എത്തുമ്പോൾ അത് ശൂന്യമായിരുന്നു. അപ്പോൾ ലിഫ്റ്റ് താഴേക്ക് പോകുന്നത് അവർ ശ്രദ്ധിച്ചു. അതിനാൽ അവർ മെർക്കിനെ പിന്തുടരാൻ പോയി. അതേസമയം നൈൽ ആൻഡിയുടെ കൂടെ നിന്നു. നിർഭാഗ്യവശാൽ ലിഫ്റ്റ് താഴേക്ക് പോകുന്നത് ഒരു കെണിയായിരുന്നു. മെർക്കി പെട്ടെന്ന് ഒരു കോടാലിയുമായി പ്രത്യക്ഷപ്പെട്ടു. വിമാനത്തിൽ നിന്ന് തന്ത്രം പകർത്തി നൈൽ ആൻഡിയെ വെടിവെക്കുന്നതായി നടിക്കുകയും അപ്പോൾ അവൾ തന്റെ കോടാലി മോഷ്ടിക്കുന്നതിനായി ശ്രദ്ധ തിരിക്കുന്ന മെർക്കിലേക്ക് ചാടി. അതിനാൽ അവർ ജനൽ തകർത്ത് ഒരു കാറിന്റെ മുകളിലേക്ക് വീഴുമ്പോൾ അത് ഇരുവരെയും കൊന്നു. താമസിയാതെ മറ്റുള്ളവർ താഴെ എത്തുമ്പോൾ നൈലിന് വീണ്ടും ജീവൻ കിട്ടിയിരുന്നു. അതിനുശേഷം പോലീസുകാർ വരുന്നതിനു മുന്നേ അവർ അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് ടീം ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ ബുക്കറുടെ വഞ്ചനയ്ക്കുള്ള ശിക്ഷ എന്തായിരിക്കുമെന്ന് അവർ അവിടെ ചർച്ച ചെയ്തു. പിന്നീട് ആൻഡി ബുക്കറുമായി സംസാരിക്കുകയും തന്റെ ശിക്ഷ 100 വർഷം തനിയെ ചെലവഴിക്കാൻ ആണെന്ന് അറിയിക്കുകയും ചെയ്തു. ആൻഡി ഇപ്പോൾ സാധാ മനുഷ്യൻ ആയതിനാൽ അവർ ഇനി ഒരിക്കലും പരസ്പരം കാണില്ല എന്നാണ് ഇതിനർത്ഥം. അതിനാൽ അവർ ആലിംഗനത്തോടെ വിട പറഞ്ഞു. പിന്നീട് സംഘം കോപ്ലിയെ കാണുകയും അവന്റെ ശിക്ഷ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നതാണെന്നും അതിനാൽ അവർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള എല്ലാ തെളിവുകളും ഇല്ലാതാക്കണമെന്ന് പറഞ്ഞു. കഥ അവസാനിക്കുന്നത് 6 മാസങ്ങൾക്ക് ശേഷം ഫ്രാൻസിൽ. ബുക്കർ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവിടെ പണ്ട് കടലിലേക്ക് വലിച്ചെറിയപ്പെട്ട ക്വീനിനെ കണ്ട് ഞെട്ടുമ്പോഴാണ്.